മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലും വിമർശനം ഉയർന്നത് നേതൃത്വത്തെ സത്യത്തിൽ ഞെട്ടിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്ന് ആരോപണം ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് നടത്തിയ മാസപ്പടി വിവാദം പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നാണ് കണ്ണൂരിലെ ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് അവലോകന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തുറന്നടിച്ചത്. ഈ വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി കടുത്ത അസ്വസ്ഥനാണെന്നാണ് റിപ്പോർട്ട്. കരിമണൽ കർത്തായോട് മാസപ്പടി വാങ്ങിയെന്ന വിവാദത്തിൽ വീണ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ഇദ്ദേഹം ചോദിച്ചു. പാർട്ടി നേതാവായ AK ബാലൻ അല്ല വീണയ്ക്കെതിരെ ഉയരുന്ന സാമ്പത്തിക ആരോപണങ്ങൾക്ക് മറുപടി നൽകേണ്ടത്. മുഖ്യമന്ത്രിയും കുടുംബവും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് പാർട്ടിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണെന്നും മുതിർന്ന നേതാക്കൾ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം കത്തിക്കയറുന്നതിനിടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് MV ഗോവിന്ദൻ ഇടപെട്ട് രക്ഷാപ്രവർത്തനവും നടത്തി. എതിരാളികൾ മകളെയല്ല മുഖ്യമന്ത്രിയെ തന്നെയാണ് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നും ഗോവിന്ദൻ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു. തനിക്കും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് എണ്ണി മറുപടി പറഞ്ഞതാണ്. ഈ വിശദീകരണം പാർട്ടിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയുടെ PB അംഗം കൂടിയാണ് സഖാവ് പിണറായി. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനെതിരെയുള്ള പ്രതിരോധമാണ് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നടത്തിയത്. അത് പാർട്ടിയെ വലതുപക്ഷ മാധ്യമങ്ങൾ കടന്നാക്രമിക്കുന്നതിനെതിരെയാണെന്ന് എല്ലാവരും ഓർക്കണമെന്നും ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ LDF-ന് തുടർഭരണം കിട്ടിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് എന്ന കാര്യം നാം ഓർക്കണം. ഒരു തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ തള്ളിപ്പറയുന്നത് ശരിയല്ല. മുഖ്യമന്ത്രി ശൈലി മാറ്റണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉണ്ടായതാണോ ശൈലി? ഓരോ വ്യക്തിക്കും പ്രത്യേകം ശൈലി ഉണ്ടാവുക എന്നത് സാധാരണമാണ്. അത് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. എന്നാൽ മാറ്റേണ്ടത് ചിലതുണ്ട്. പ്രവർത്തകരുടെ ആഗ്രഹത്തിനൊത്ത് ശൈലി മാറ്റാൻ താൻ തയ്യാറാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് രാഷ്ട്രീയ എതിരാളികളും വലതുപക്ഷ മാധ്യമങ്ങളും കടന്നാക്രമിക്കുന്നത് പാർട്ടി നോക്കി നിൽക്കരുതെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും യോഗത്തിൽ പറഞ്ഞു. സതുദ്ദേശപരമല്ല ഇത്തരം വിമർശനങ്ങൾ. പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് നാം തിരിച്ചറിയണമെന്നും MV ജയരാജൻ അഭിപ്രായപ്പെട്ടു. സമൂഹമാധ്യമത്തിൽ 80ഓളം ഓൺലൈൻ ചാനലുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും LDF സർക്കാരിനെയും ഇകഴ്ത്തി കാട്ടുന്നതാണ്. നമുക്ക് അനുകൂലമായി നേരത്തെ പോസ്റ്റിട്ട ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ പുറകിൽ നിന്ന് കുത്തി. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടാനും പാർട്ടി നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും ഓരോരുത്തരും തയ്യാറാകണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ടും പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടും കൈകാര്യം ചെയ്തതിൽ ഉയർന്നുവന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് പയ്യന്നൂരിലെ ട്രേഡ് യൂണിയൻ നേതാവ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം ജില്ലാ നേതൃത്വം സ്വീകരിച്ച നടപടികൾ പ്രവർത്തകർക്കും പാർട്ടി അനുഭാവികൾക്കും സ്വീകാര്യമായിട്ടില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ട് ചോർന്നതിന് പിന്നിൽ വിവാദങ്ങൾ കാരണമായിട്ടുണ്ട്. പയ്യന്നൂർ MLA TI മധുസൂദനന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് പാർട്ടി മുൻ ഏരിയ സെക്രട്ടറി V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് BJP-യിലേക്ക് വോട്ടുകൾ ചോർന്നു. പയ്യന്നൂർ മേഖലയിൽ BJP-യുടെ വളർച്ച ഗൗരവകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പയ്യന്നൂരിൽ പരിഹരിക്കേണ്ട വിഷയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടതെന്നും ഇക്കാര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുമെന്നും MV ജയരാജൻ പറഞ്ഞു. LDF കൺവീനർ EP ജയരാജൻ തുടർച്ചയായി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന വിമർശനവും ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ചു. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ പോളിംഗ് ദിവസം EP തുറന്നു പറഞ്ഞത് തിരിച്ചടിയായി. കടുത്ത ഭരണവിരുദ്ധ വികാരവും ക്ഷേമ പെൻഷൻ അടക്കമുള്ള ദുർബല വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയതും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി. രണ്ടാം പിണറായി സർക്കാരിന്റെ പോലീസ് നയവും തിരിച്ചടിയായെന്നും ചില അംഗങ്ങൾ വിമർശിച്ചു.